വിജയദശമി അല്ലേ, കുഞ്ഞിനെ ഉണ്ടല്ലോ ഡാൻസിനും ചേർക്കണം, പാട്ടിനും ചേർക്കണം. പിന്നെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ചേർത്താലോ? എനിക്ക് പണ്ട് വയലിൻ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ മൃദംഗം, അത് കേൾക്കാൻ നല്ല രസമല്ലേ, അതിലേതിൽ വിടണം? രണ്ടിനും വിട്ടാലോ? ചിലയിടത്തൊക്കെ എല്ലാത്തിനും ക്ലാസ് ഉണ്ട്, അപ്പം വേണേൽ എല്ലാത്തിനും നമുക്ക് ചേർക്കാൻ പറ്റും. പിന്നെ അബാക്കസ്, ചെസ്സ്, അതിനും ഏതെങ്കിലുമൊക്കെ വിടണം. പിന്നെ മറ്റേ റോളർ സ്കേറ്റിംഗ് ഇപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട്, അതിനും വിടണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ, അതൊക്കെ നടത്തി തരാനുള്ള മെഷീനല്ല കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും, എന്ത് കാര്യം അവരോട് പറയുമ്പോഴും, എന്ത് കാര്യത്തിന് അവരെ ഉന്തിത്തള്ളി വിടുമ്പോഴും അത് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണോ എന്ന് നമ്മൾ നോക്കണം. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ അങ്ങനെ ഉന്തിത്തള്ളി വിടേണ്ടിയും വരില്ല. അതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. വിജയദശമി വരുമ്പോൾ നമുക്കല്ലേ എല്ലായിടത്തും നമുക്ക് നോട്ടീസ്, ഫേസ്ബുക്ക് തുറന്നാലും നോട്ടീസ്, ഇൻസ്റ്റ തുറന്നാലും നോട്ടീസ്, അല്ലെങ്കിൽ തന്നെ പത്രങ്ങളുടെ കൂടെയും നോട്ടീസ് വരുന്നു. എല്ലായിടത്തും ക്ലാസ്സുകൾ തുടങ്ങുകയാണ്, വിദ്യാരംഭമാണ് അല്ലേ. അത് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, അതായത് അക്ഷരം എഴുതുന്ന കാര്യത്തിൽ മാത്രമല്ല, പലതരം കലകളാണെങ്കിലും ഒക്കെ അഭ്യസിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്, ഈ വിദ്യാരംഭം നടത്തുന്ന ഒരു കാലഘട്ടമാണ് വിജയദശമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതൊക്കെ ചേർക്കാൻ വിടണ്ടേ? എല്ലാവരും വിടുന്നുണ്ടല്ലോ, നമ്മളും വിടണ്ടേ? അങ്ങനെ എല്ലാവരും വിടുന്നതുകൊണ്ട് നമ്മളും വിടണ്ട. ആദ്യം തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നോക്കണം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാക്കയ്ക്ക് എപ്പോഴും തൻകുഞ്ഞു പൊൻകുഞ്ഞാന്ന് പറയും. എല്ലാ പിള്ളേരും പാട്ട് പാടും, എല്ലാ പിള്ളേരും പാട്ട് കേൾക്കുമ്പോൾ, നല്ല ഒരു പെപ്പി നമ്പറൊക്കെ കേൾക്കുമ്പോൾ നിന്ന് തുള്ളും. അതൊന്നും അവർക്ക് ഡാൻസ് ക്ലാസിക്കലായിട്ട് പഠിക്കാനോ പാട്ട് ക്ലാസിക്കലായിട്ട് പഠിക്കാനോ ഉള്ള ഒരു ഇൻട്രസ്റ്റിൻ്റെ സൂചകമാണെന്ന് കരുതരുത്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ 3 വയസ്സുള്ള പ്രായത്തിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇതൊക്കെ പഠിപ്പിക്കാനൊക്കെ വിടുമായിരുന്നു. ഈ ഒരു കാലത്തും അങ്ങനെ വിടുന്നവരുണ്ട്. പക്ഷേ പലപ്പോഴും കാണുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ നമ്മുടെ ഒരു ഇൻട്രസ്റ്റിൽ 3 വയസ്സുള്ള കൊച്ചിനെ കൊണ്ടിരുത്തുന്നു, അത് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ ആവുന്നു. കാരണം ഈ അരമണ്ഡലവും ഈ മുഴുമണ്ഡലവും അവർ പറയുന്നത് പോലെ നിഷ്കർഷിച്ച് ചവിട്ടുന്നതും മുദ്രകൾ പിടിക്കുന്നതൊന്നും ഈ ഒരു പ്രായത്തിൽ ചിലപ്പോൾ വഴങ്ങിയെന്ന് വരില്ല. എങ്ങാനും ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ കർക്കശമായ രീതിയുടെയൊക്കെ ഒരു കാരണം കൊണ്ട് അവരതിൽ നിന്ന് പിൻവലിയുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. അവർക്ക് അവിടെ പോകണ്ടെന്ന് തോന്നും. ചിലപ്പോൾ അവർക്ക് അതിനൊരു ഇൻട്രസ്റ്റേ ഉണ്ടാവില്ല. ഈ കുഞ്ഞുങ്ങൾ ഡാൻസ് പഠിക്കാനും പാട്ട് പഠിക്കാനും പോകുന്നത് എന്താണെന്നറിയാമോ, ഇപ്പോൾ ടി വിയിലൊക്കെ കാണുന്ന റിയാലിറ്റി ഷോ, എല്ലാവരും മൈക്ക് പിടിച്ച് പാടുന്നു. അപ്പം പാട്ട് പഠിക്കാൻ വിടുന്നു പറയുമ്പോൾ അവരുടെ വിചാരം എന്താ? ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു, എന്നെ ഒരു പാട്ട് പഠിപ്പിക്കുന്നു, ഞാൻ ടി വി പോകുന്നു, പാട്ട് പാടുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറുന്നു, പാട്ട് പാടുന്നു, അങ്ങനെ ആയിരിക്കും. നമ്മൾ ക്ലാസിക്കലായിട്ടൊരു കാര്യം, ശാസ്ത്രീയമായിട്ട്, അത് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും പഠിക്കുന്നത് എങ്ങനെയാണ്? എത്രയോ വർഷത്തെ ട്രെയിനിങ് കൊണ്ടാണെന്നറിയാമോ ഈ ഓരോരുത്തർ സ്റ്റേജിൽ കയറി അരങ്ങേറുന്നത്. അരങ്ങേറ്റം എന്ന് പറയുന്നത് തന്നെ എത്രയോ വർഷത്തെ പഠിത്തത്തിന് ശേഷമാണ്. ഒരു യൂത്ത് ഫെസ്റ്റിവലോ ഏതെങ്കിലും ഒരു പരിപാടിയോ മുന്നിൽ കണ്ടുകൊണ്ടാവരുത് നമ്മളിതൊന്നും പഠിക്കാൻ പോകുന്നത്. അതിനുള്ളൊരു ജെന്യുവൻ ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കണം. ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും കാലം ഈ ഒരു ശിക്ഷണത്തിൻ്റെ, ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ തന്നെ നിലകൊണ്ട് എല്ലാ ദിവസവും ആ ക്ലാസ്സുള്ള ദിവസങ്ങളിലെല്ലാം ക്ലാസ്സിൽ പോയി അത് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം കുഞ്ഞുങ്ങൾക്ക് വരുള്ളൂ. നമ്മുടെ ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് പണ്ട് വയലിൻ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടും നമുക്ക് മൃദംഗം കൊട്ടുന്ന കേൾക്കുന്ന ഇഷ്ടമായതുകൊണ്ടും നമ്മുടെ പിള്ളേരെ വിട്ടിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ ചെസ്സിന് വിടുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ അവനെ കൂടെ വിട്ടെന്ന് പറഞ്ഞാൽ അവന് ചെസ്സിൽ താല്പര്യം വേണ്ടേ? അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചിന് ചെസ്സിനാണ് താല്പര്യമെങ്കിൽ ചെസ്സൊന്നും വേണ്ട, കീബോർഡ് പഠിച്ചാൽ മതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവന് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ. ഈ ഡാൻസിൻ്റെ കാര്യവും അതുപോലെ തന്നെ കേട്ടോ. ഈ ഡാൻസിൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ മസിൽസിനൊക്കെ നല്ല പെയിൻ വരും. അരമണ്ഡലവും മുഴുമണ്ഡലവും ഒക്കെ ഇരിക്കാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടാണ്. പിന്നെ ക്ലാസിക്കലായിട്ടുള്ള ട്രെയിനിങ് അത് വൃത്തിയായി പഠിപ്പിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ എല്ലാം പോസ്റ്റേഴ്സ് ഉണ്ട്, അതെല്ലാം വളരെ കൃത്യമായി വരണം. അതൊക്കെ കറക്റ്റായി വന്നെങ്കിൽ മാത്രമേ അടുത്തടുത്ത മുമ്പോട്ടുള്ള കാര്യങ്ങൾ അവർ പഠിപ്പിക്കുകയുള്ളൂ. അപ്പം നമ്മൾ മടി പിടിച്ചിരുന്നിട്ട് മുന്നോട്ട് പോകാതെ 4 ക്ലാസ്സിന് ഒരു ക്ലാസ്സിന് പോയാൽ പിന്നെ 4 ക്ലാസ്സിന് പോയില്ല, അങ്ങനെയാണ് പോകുന്നതെങ്കിൽ പഠനം മുമ്പോട്ട് പോവില്ല. പഠിച്ചത് തന്നെ നേരത്തെ ചവിട്ടിയ അടവ് തന്നെ ചവിട്ടിക്കൊണ്ടിരിക്കും. കൊച്ചിനും ബോറടി, ടീച്ചർക്കും ബോറടി, അങ്ങനെ അതങ്ങ് നിന്നും പോകും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആരും ഈ വിദ്യാരംഭം നാളിൽ, വിജയദശമി നാളിൽ കുഞ്ഞുങ്ങളെ ഇതൊന്നും പഠിപ്പിക്കാൻ കൊണ്ട് വിടരുത്. ജെന്യുവിനായിട്ട് അവർ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഒരു 5 വയസ്സെങ്കിലും കഴിയാതെ അവർക്കതിന് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനുള്ളത് പോലും അറിയണ്ടാവില്ല. അവരെന്താ മനസ്സിലാക്കേണ്ടത്? അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിങ്ങനെ നമ്മൾ പഠിക്കാൻ ചെന്ന ഉടനെ തന്നെ നമ്മളെ സ്റ്റേജിൽ കെട്ടി കളിപ്പിക്കുകയൊന്നുമില്ല. കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം, അവർ പറയുന്നത് പോലെ വീട്ടിൽ വന്നും പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി ഇതിൽ തന്നെ തുടരുമോ എന്നൊക്കെ ചോദിക്കണം. കാരണം നമ്മളൊരു പൈസയൊക്കെ ചിലവാക്കിയാണ് അല്ലേ. പലയിടത്തും യൂണിഫോം ഉണ്ട്, ആദ്യം ഫീസ് ഒരു അഡ്വാൻസ് എമൗണ്ട് കെട്ടി വെക്കണം, പിന്നെ മാസം ക്ലാസ് അനുസരിച്ച് ഫീസുണ്ട്, പിന്നെ അതിന് അവിടുത്തെ യൂണിഫോം ഉണ്ട്, അങ്ങനെ പലതരം ചിലവുകളുണ്ട് ഇവരെ കൊണ്ടുവിടുന്നതിൻ്റെ തിരിച്ചു കൊണ്ടിരുന്നതിൻ്റെയൊക്കെ. അപ്പോൾ നമുക്ക് ചുമ്മാ എറിഞ്ഞ് കളയാൻ ആരുടെയും പൈസയില്ല. ഇഷ്ടമില്ലാത്ത താല്പര്യം
താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിട്ടും നമ്മുടെ നിർബന്ധത്തിന് വിട്ടും അവരുടെ ചുമ്മാ ഒരു പറച്ചിലിന് ചാടിത്തുള്ളിയും ഒന്നും ഇതൊന്നും തിരഞ്ഞെടുക്കരുത്. ക്ലാസ്സുകൾ എല്ലായിടത്തും എല്ലാ കൊല്ലവും ഉണ്ടാവും. ശരിക്കും ജെന്യുവിനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് അവർക്കുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക. എന്നതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. എല്ലാവരും ഇപ്പം മറ്റേ വലിയ ആർട്ടിസ്റ്റുകളൊന്നും ആകാൻ പോകുന്നില്ല, പക്ഷേ എപ്പോഴും ഇതുപോലൊരു സ്കില്ല് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്കില്ല് അല്ലെങ്കിൽ സ്പോർട്സിൽ എന്തെങ്കിലും ഒരു സ്കില്ല് നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും വളരെ നല്ലത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനും അല്ലെങ്കിൽ കലാപരമായ ഒരു കഴിവുള്ളത് എന്തുകൊണ്ടും നല്ലതല്ലേ. ആ കഴിവുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിവുള്ളത്. അത് കണ്ടെത്തി അവരെ അതിലേക്ക് വിടുക. നമുക്കൊന്നിനും വാശി വേണ്ട. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പഠിപ്പിക്കാൻ വിടുന്നത് തന്നെ വലിയൊരു ഇതായിരുന്നു, ആരും ഒന്നും വിടത്തില്ലായിരുന്നു. ഇപ്പം ആണെങ്കിൽ എല്ലാവരും ഒന്ന് വിടുക. കൊച്ചിന് കഴിവുണ്ടോ ഇല്ലൊന്നും പ്രശ്നമല്ല. കൊച്ചിന് 4 വയസ്സായി, വിട്ടേക്കാണ്, പോട്ടെ, ഡാൻസ് പഠിക്കാൻ പോട്ടെ, അങ്ങനെ വിടേണ്ട കാര്യമില്ല. ആ ടീച്ചറിൻ്റെ സമയവും മെനക്കെടുത്തുക, നമ്മളും നമ്മുടെ കൊച്ചിൻ്റെ സമയവും മെനക്കെടുത്തുക. അങ്ങനെ വേണ്ട. താല്പര്യമുള്ള കാര്യങ്ങൾക്ക് തുടർന്നും പോകും എന്ന് കൊച്ചുങ്ങളോട് ഉറപ്പ് വാങ്ങിച്ച ശേഷം പോവുക. പിന്നെ അവർ പോയി നോക്കിയിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ലെന്നോ അവർക്കത് പറ്റില്ലെന്ന് തോന്നുവാണെങ്കിലും ശരി, ജെന്യുവിനായിട്ട്. അല്ലാണ്ട് ചുമ്മാ എല്ലാത്തിനും കൊണ്ടുപോയി വിജയദശമിയാണ്, വിദ്യാരംഭമാണ്, പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാം ക്ലാസ് ഉണ്ട്, എല്ലാത്തിനും പോയി ചേർന്നേക്കാമെന്നും വിചാരിച്ച് വെറുതെ അവരുടെ സമയം മെനക്കെടുത്തേണ്ട. ആലോചിച്ചെടുത്ത് ചിന്തിച്ചെടുക്കേണ്ട തീരുമാനമാണിത്. ജെന്യുവിനായിട്ടുള്ള ഇൻട്രസ്റ്റ് ആണിതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കലാപരമായ കഴിവും താല്പര്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിന് എന്തെങ്കിലും ഒരു വില ഭാവിയിലാണെങ്കിലും ഉണ്ടാവുകയുള്ളൂ. അത് ശ്രദ്ധിച്ച് മാത്രം തീരുമാനം എടുക്കുക.